ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ വീഡിയോയുടെ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ചങ്ങലം വരണ്ട എന്ന് പറയുന്ന അത്ഭുത സസ്യം എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ഡോക്ടേഴ്സ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കണം. അസ്ഥി സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും, ദഹന പ്രശ്നങ്ങൾക്കും, അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇത് ഉണ്ടാക്കേണ്ട രീതിയിൽ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും അതുകൊണ്ട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ഉണ്ടാക്കാനായിട്ട് അറിയണം. ആദ്യമായിട്ട് ഈ ചങ്ങലം വരണ്ട നമ്മൾ പറിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ്, അത് അരിയുന്നതിനൊക്കെ മുമ്പ് നമ്മൾ നല്ലപോലെ കയ്യിൽ എണ്ണ തേക്കുക. നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ നന്നായിട്ട് തേച്ചതിന് ശേഷം മാത്രം അത് പറിക്കുക. അതിന് ശേഷം തണ്ടായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ച പോലെ അങ്ങനെയാണ് ഇത് കാണുക. അപ്പോൾ ഓരോരോ തണ്ടെടുത്തിട്ട് അതിൻ്റെ മോൾ ഭാഗത്തുള്ള തൊലി ഭാഗം നമ്മൾ എടുത്ത് മാറ്റണം. ആ മുകളിലത്തെ തൊലി നമ്മൾ കളയണം. അപ്പോൾ നാര് പോലെ വരും. ആ നാര് നമ്മളെടുത്ത് മാറ്റണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് വൃത്തിയാക്കി എടുക്കേണ്ടത്. ഇതിന് ചൊറിച്ചിലുണ്ടാക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ കയ്യിൽ എണ്ണ തേക്കാതെ ഒരിക്കലും ഇത് അരിയരുത്. കൈ നല്ലപോലെ തന്നെ ചൊറിയും. അതുപോലെ തന്നെ ഇളം തണ്ടുകൾ, ഒരുപാട് മൂത്ത തണ്ടുകൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന് ടേസ്റ്റും കുറവുണ്ട്. അതുപോലെ തന്നെ അത് അത്രയ്ക്കും അങ്ങോട്ട് ഭക്ഷണം നമ്മൾ ചമ്മന്തി അരയ്ക്കാനൊക്കെ എപ്പോഴും നല്ലത് നമുക്ക് ഈ ഏകദേശം പാകമാകുന്ന ഒരു ഇളം പരുവത്തിലുള്ള തണ്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കിയെടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതൊരു ചമ്മന്തി പോലെയാണ് ഇവിടെ അരയ്ക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്നും മുളക് നമ്മളുടെ എരിവിനനുസരിച്ച് എടുക്കാം. എരിവിനനുസരിച്ച് മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളകും ഉഴുന്നും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കുക. അത് അതിൻ്റെ എന്താ പറയുക, ഉഴുന്നിൻ്റെയൊക്കെ ഒരു കളറ് മാറുന്നവരെ, നല്ല മണമൊക്കെ വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം വീണ്ടും ചീനച്ചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചങ്ങലം വരണ്ട ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ വഴറ്റണം. എണ്ണയിലിട്ട് നല്ലപോലെ വഴറ്റണം. അസ്ഥി സംബന്ധമായിട്ടുള്ള മുറിഞ്ഞ പൊട്ടിയ എല്ലുകളെ വരെ കൂട്ടി യോജിപ്പിക്കാനായിട്ട്, പൂർവ്വസ്ഥിതിയിലോട്ടാക്കാനായിട്ട് അത്രയ്ക്കും കഴിവുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരു രൂപം തന്നെ കണ്ടാൽ മനസ്സിലാവും. എല്ലുകൾ ജോയിൻ ചെയ്തിരിക്കുന്ന പോലെയാണ് ഈ സസ്യത്തിൻ്റെ ഒരു രൂപം തന്നെ. അപ്പോൾ ഇത് നല്ലപോലെ എന്ത് ചെയ്യുക, എണ്ണയിലിട്ട് വഴറ്റി ഇതിൻ്റെ ഒരു കളറ് ശരിക്കും മാറി ഒരു ചുരുണ്ട് വരുന്ന പരുവത്തിന്, ഈ ഒരു പരുവത്തിന് ഇത് വഴറ്റിയെടുക്കണം. ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമ്മൾ ഓരോരോ സസ്യങ്ങളും ഇതുപോലെ ഔഷധ സസ്യങ്ങളൊക്കെ അതിൻ്റെ ഉപയോഗ രീതി മനസ്സിലാക്കി മാത്രം ചെയ്താലാണ് നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അപ്പം നമ്മൾ അതുപോലെ തന്നെ മുളകും മല്ലിയും അതിനോടൊപ്പം കുറച്ച് തേങ്ങയും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉപ്പും പുളി എന്ന് പറയുന്നത് അത്യാവശ്യം കൂടുതൽ തന്നെ, അതായത് ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയും ഉപ്പും കൂടെ ചേർക്കുക. ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന, നല്ലപോലെ വഴറ്റിയിട്ടുള്ള നമ്മുടെ ചങ്ങലം വരണ്ട ആ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് അരച്ചെടുക്കുക. ഇതാണ്, ഇത്രയുള്ള പരിപാടി. വളരെ സിമ്പിളാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും, ടേസ്റ്റിനുപരി ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ, മുട്ടുവേദന പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും അവരുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്താം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ല ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കുക. പലതരത്തിലുള്ള അസുഖങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയൊക്കെ യൂട്യൂബിൽ ഒരുപാട് ആയുർവേദ ഡോക്ടേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ അവരുടെ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കുക.
അപ്പോൾ ഞങ്ങളിവിടെ കഴിക്കുന്ന ഒരു രീതിയിൽ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കി കഴിക്കുന്നത് അതാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.